എൻ്റെ 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസാണ് കേട്ടോ. ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ മുടിക്കാണെന്നുണ്ടെങ്കിൽ നീളവും ഇല്ല ഉള്ളും ഇല്ല. പക്ഷേ 2-3 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം ചെറുതാണെന്നും അല്ല. എന്നെ കാണുന്നവരൊക്കെ തന്നെയാണ് പറയണത്. എന്തിന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് എൻ്റെ മുടിയിൽ കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർക്ക് 2 മാസം കഴിഞ്ഞാൽ കല്യാണമാണ് കേട്ടോ. അവളുടെ മുടിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഉള്ളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെമഡി കറക്റ്റ് 1 മാസം പോലും തികച്ച് ചെയ്തിട്ടില്ല, 30 ദിവസം ഒന്നും ചെയ്തിട്ടില്ല, 10-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ മുടിക്ക് നല്ലൊരു ചേഞ്ചസ്, മുടിയിൽ നല്ല രീതിക്ക് ഉള്ളു കൂട്ടിയെടുക്കാനും അതേപോലെ തന്നെ മുടി നല്ല പോലെ വളർന്നിട്ടുണ്ട്. എന്നിട്ട് എന്നെ വിളിച്ച് പറയാണ്, ചേച്ചി മുടി നല്ല രീതിക്ക് മാറ്റമുണ്ട്, എല്ലാവരും പറഞ്ഞു തുടങ്ങി മുടി വളർന്നു, നിനക്ക് മുടിക്ക് ഉള്ളു വെച്ചു എന്നുള്ളത് എല്ലാവരും പറഞ്ഞു തുടങ്ങി എന്നുള്ളത്. ഞാനും എൻ്റെ ഹെയർ കെയറിൽ എൻ്റെ സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, എൻ്റെ ഹെയർ കെയറിൽ മെയിനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ഏതൊക്കെ ഹെയർ കെയർ അല്ലെങ്കിൽ ഏതൊക്കെ ഹെയർ പാക്ക് ഞാൻ കാണിക്കുന്നുണ്ടോ അതിലൊക്കെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം ഇതിന് അത്രമാത്രമാണ് കേട്ടോ റിസൾട്ട്. എത്രമാത്രം എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമാത്രം ചേഞ്ചസ് നമ്മുടെ മുടിയിൽ ഉണ്ടാവും. ഇത് ഗേൾസ് മാത്രമല്ല കേട്ടോ, ബോയ്സും ഉപയോഗിക്കാം. കഷണ്ടി ആയി തുടങ്ങുന്നവർ അതേപോലെ തന്നെ നെറ്റി കയറി തുടങ്ങുന്നവർക്കൊക്കെ ഈ ഒരു വെള്ളം മാത്രം മതി. നിങ്ങൾ കറക്റ്റ് ഒരു 7 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ചസ് നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും. എന്നാലും 7 ദിവസം കൊണ്ട് നിങ്ങൾ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് ഒക്കെ യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ചേഞ്ചസ് നിങ്ങളുടെ മുടിയിൽ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ട് റെമഡിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളമാണ് നമ്മുടെ മുടിയുടെ അറ്റം ഉണ്ടല്ലോ, തുമ്പ് വരെ നല്ലതുപോലെ തിക്നെസ് ആയിട്ട് മുടിയുടെ വേര് മുതൽ തന്നെ അടിഭാഗം വരെ ഒരേ അളവിൽ തിക്നെസ് കൊണ്ടുവരാനും മുടി നന്നായിട്ട് സ്പീഡായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ആ ഒരു എഫക്റ്റീവായിട്ടുള്ള വെള്ളം കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഉലുവയുടെ വെള്ളമാണ്. ഉലുവ എൻ്റെ അമ്മേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഉലുവയുടെ റിസൾട്ട് ഉണ്ടല്ലോ അത്ര മാത്രമാണ്. ഇതിൻ്റെ റിസൾട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കേട്ടോ. ഇത് നമ്മൾ ഗേൾസും ബോയ്സും എല്ലാവരും ഉപയോഗിക്കാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ പലരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുടിക്ക് ഉള്ളു വെക്കണം, നിങ്ങളുടെ മുടിയുടെ തുമ്പും നല്ലപോലെ കട്ടിയായിട്ട് വളരണം, പെട്ടെന്ന് മുടി വളരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെമഡി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയെടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ. പിറ്റേ ദിവസം 1 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക. ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം എടുത്ത് ഈ ഒരു വെള്ളം നമ്മൾ അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ഈ ഒരു വെള്ളം മതി മക്കളെ നമ്മുടെ മുടി അടിമുടി മാറ്റി മുടിയെ എന്താ പറയുക അത്രമാത്രം റിസൾട്ട് തരാൻ വേണ്ടിയിട്ട്. കാരണം ഉലുവയ്ക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ടത് രാവിലെയാണ് കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞു പാത്രത്തിൽ നിറച്ച് ഉലുവയുടെ വെള്ളം ഉള്ളത് കൊണ്ട് കൈ എനിക്കിടാൻ പറ്റുന്നില്ല, പുറത്ത് പോകുന്നത് കൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് കേട്ടോ. ഇനി ഈ ഒരു വെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ മുടി ഫുള്ളായിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് ഇടുക. അതിനുശേഷം ബാക്കിൽ നിന്ന് നമ്മളിങ്ങനെ വെള്ളം കോരി ഒഴിച്ച് നമ്മുടെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു വെള്ളമായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പിലോട്ട് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാനും നമ്മുടെ മുടികളിലേക്ക് ഈ ഒരു വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരാനും ഒക്കെ നല്ലതാണ്. നമ്മൾ എപ്പോഴും ഏതൊരു ഹെയർ കെയർ ചെയ്യുമ്പോഴും ഇങ്ങനെ വാട്ടർ ഫോം ആയിട്ടുള്ള ഹെയർ കെയർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇറങ്ങിയാലാണ് അവിടെ നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കാൽപ്പിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഇച്ചിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടുക. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് അരച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒക്കെ നല്ലത് സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ടോണേഴ്സായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മുടെ തലയുടെ ഓട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മസാജും കൂടി കൊടുക്കുക. ഇത് നമ്മുടെ തലയുടെ ഓട് മുഴുവനായിട്ടും ആവാൻ വേണ്ടിയിട്ടും നമുക്ക് ഈവൺ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. എന്നിട്ട് ഇത് നമ്മൾ 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് നീരിറക്കം വരും, ജലദോഷം വരും എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് വെച്ചതിന് ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ പോയിട്ട് നിങ്ങൾ മുടി കഴുകി എടുക്കുക. ഒരിക്കലും ഷാമ്പൂ നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ സ്കാൽപ്പും മുടിയൊക്കെ നല്ലപോലെ ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച മുടിയിൽ വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉലുവയുടെ വെള്ളവും ഉപയോഗിച്ച് അതിൻ്റെ മീതെ കുറേ എണ്ണയും വാരി തേച്ച് വെറുതെ പോയി പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടില്ല. എപ്പോഴും നമ്മുടെ മുടിയിൽ എണ്ണ വെക്കാൻ വേണ്ടി പാടില്ല. ആഴ്ചയിൽ 3 വട്ടം എണ്ണ വെക്കാം.
അത് ഉടനെ തന്നെ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടോണർ, ഈ ഒരു ഉലുവയുടെ വെള്ളം നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റ് 7 ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളതിൻ്റെ ഷോക്കിംഗ് ആയി പോവും. അത്രമാത്രം റിസൾട്ടാണ് നമ്മുടെ മുടിയിൽ തരിക. പിന്നെ അങ്ങോട്ട് ഒരു മാസമൊക്കെ ചെയ്യുമ്പോൾ, ഒരു മാസം പോലും ആവണ്ട, നിങ്ങളുടെ മുടിയുടെ നീളവും അതേപോലെ തന്നെ ഉള്ളും ഒരേപോലെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ മുടി ഇങ്ങനെ കോരി ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, അയ്യോ എൻ്റെ മുടിക്ക് തിക്നെസ് വന്നിട്ടുണ്ടല്ലോ, ഉള്ളു വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. നമ്മളിങ്ങനെ മുടി കോരുമല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ കേട്ടോ. ഇനി ഈ ഉലുവയുടെ വെള്ളത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ ചെയ്ത വിളിക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ റിസൾട്ട് അത്രമാത്രമാണ്. അതാണ് ഞാനിങ്ങനെ തറപ്പിച്ച് പറയണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എനിക്ക് കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡി തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.